നിങ്ങൾക്ക് ഈ ഏറ്റവും ഈ ബേക്കറിയോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഹോട്ടലിനോടാണോ, അല്ലെങ്കിൽ ടീ കൗണ്ടറിനോടാണോ? മൂന്നും ഒരേ ഇഷ്ടമാണ്. മൂന്ന് ഇഷ്ടമാണ്. കാരണം മൂന്നിലും മൂന്ന് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട്. മൂന്നിലും ഉണ്ട്. നിങ്ങളിപ്പോൾ ബേക്കറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ റസ്ക് സൂപ്പർ റസ്ക് ആണ്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ്സ് ഉണ്ട് വരുന്നത്, സ്റ്റിക്കി ബിസ്ക്കറ്റ്സ്. ചായ സ്റ്റിക്കി ബിസ്ക്കറ്റ് നല്ല കോമ്പിനേഷനാണ്. ചായ എടുക്കുക, സ്റ്റിക്കി ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുക, കഴിക്കുക. അത് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. സ്റ്റിക്കി ബിസ്ക്കറ്റ്സ് പലതരം ഫ്ലേവേഴ്സ് ഉണ്ട്. പിസ്ത ഉണ്ട്, ആൽമണ്ട്, കാഷ്യൂസ്, ഹോർലിക്സ്, ബൂസ്റ്റ്, അങ്ങനെ ഓരോ. അത് എനിക്ക് തോന്നുന്നത് അത് എല്ലാ നാഷണാലിറ്റിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ദുബൈയിൽ ഷെയ്ക്കിന് കൊടുത്തു. അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഓർഡർ വേണമെന്ന് പറഞ്ഞു, ഇനി വേണമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ച് കൊടുത്തു. അത് സൂപ്പറാണ്. അത് നിങ്ങൾ ചായക്ക് അത് ഡിപ്പ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നാടൻ പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ നാടൻ പ്രൊഡക്റ്റാണ്. അത് ശരിക്കും അത് നട്ട്സും ഗീയുമാണ്. ഇവിടുത്തെ ശരിയായ ഒറിജിനൽ ഗീ ആണ് വരുന്നത്. നിങ്ങളെന്താ കഴിക്കല്? റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ മീൽസ് അല്ലേ? അടിപൊളി മീൽസാണ്. സ്നാക്സിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ്? അറബിക് പത്തിരി, അറബിക് ഇറച്ചിപ്പത്തിലുണ്ട്. അറബിക് ഇറച്ചി നല്ല സ്പൈസി ഒക്കെ കുറച്ചിട്ട് അങ്ങനത്തെ 2-3 ടൈപ്പ് ഉണ്ട്. ബന്നിലും ഒക്കെ. ഇന്നും വീടുകളിലെ പ്രൊഡക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട്? ഇല്ല. അതെ, നിങ്ങളെ സ്റ്റാഫ് വീടുകളിൽ ഫാക്ടറിയിൽ കാണാം നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ. ഫാക്ടറി പോയി കഴിഞ്ഞാൽ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ ഈ പരിസരത്തെ ഓരോരോ ഫാക്ടറി ഉണ്ടെങ്കിൽ ആ പരിസരത്തിലുള്ള ലേഡീസ് ഉണ്ടാവും. അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അവർ വന്ന് അവരാണ് സ്റ്റാഫായിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു ചായക്കട ടീ സ്പോട്ട് ആണെങ്കിൽ അവിടെ വരുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പരസ്പരം കാണാനും സംസാരിക്കാനുള്ള ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളെ പല ടീ സ്പോട്ടുകൾ. അതിന്റെ ഒരു ഉദാഹരണമാണ് തലശ്ശേരിയിൽ പല ഫാമിലിയിലും ഉപ്പയും മോനും കണ്ടുമുട്ടല്. അതെ, നമ്മളെ ടീ ഷോപ്പ്. അതെ, ഫാമിലികൾക്ക് ഒരു അതല്ല, ഇപ്പൊ ചിലപ്പോ രാവിലെ തന്നെ പോകും, മകൻ കാണില്ല, ഉപ്പാനെ കാണില്ല. രാത്രി വരുമ്പോ മകൻ ഉറങ്ങിയിട്ടുണ്ടാവും. ടീ ഷോപ്പിൽ രണ്ടാളുണ്ടാവും. ഞാൻ കാണാറില്ല. ടീ ഷോപ്പിൽ ഒന്നിച്ചിട്ടുണ്ടാവും. അല്ല, വേറെ പ്രത്യേകതയുണ്ട്. കാരണം ചിലപ്പം മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് ചായ സ്പോട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം കുറച്ച് നേരം ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക, അതൊരു ഭയങ്കര ഭംഗിയാണ്. കാരണം ഒരുപാട് പേരെ കാണാൻ കിട്ടുന്ന വൈകുന്നേരങ്ങളിൽ ഈ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു വൈബാണ് മൊത്തത്തിൽ. സാധാരണ ചായക്കട എന്ന് പറയുന്നതിനുള്ളിൽ മൂടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് അതൊരു പബ്ലിക് പ്ലേസിലേക്ക്, കാരണം ഒരു നല്ല ഭംഗിയുള്ള ഏരിയ ആക്കി മാറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇടായിട്ട് മാറി. ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസങ്ങളോളം നിങ്ങളെ തേടി വരുന്ന ഡെയിലി കസ്റ്റമർ. ഇപ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഡെയിലി കസ്റ്റമറാണ് ഉള്ളത്. ഒന്നാമത് നമ്മൾ റൂറൽ ഏരിയ ആണല്ലോ, അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് അധികം ഉണ്ടാവുക. സ്ഥിരമായിട്ട് വരുവാന്ന് പറയുന്നത് തന്നെ അതൊരു പവറാണ്. കറക്റ്റ്. കാരണം നമ്മളെ GCCയിൽ ഷാബിയൻ്റെ ഉള്ളിൽ ഒരു കഫേ തുടങ്ങിയൊരു ഫീലാകും. കാരണം എന്നും ഒരാളെ തന്നെ കാണുക. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ ട്രസ്റ്റാണ്. അതെ, അതൊരു സംഭവം തന്നെ. നമ്മളെ നാടല്ലേ, നാട്ടിൽ നമ്മളറിയാം നമ്മൾ കൊടുക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും അറിയാം. വളരെ മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പം ആയിരുന്നു ഫുൾ പ്രൊഡക്ഷൻ സെന്റർ ഉണ്ടായിരുന്നു. അത് വിറ്റ് കൊടുക്കേണ്ട പരിപാടിയായിരുന്നു അയ്യൂബ്. അത് വേണ്ട സഹായങ്ങൾ ചെയ്യലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ ഗദ്ദാഫി അത് വേണ്ട സഹായം ചെയ്യൽ. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു, നമ്മളത് ഇന്നാണെങ്കിൽ നമ്മള് ഈ ഗ്രൂപ്പിൽ ഫാമിലിയിൽ ഏറ്റവും ചെറിയ ആളെ അഭിപ്രായം, ഏറ്റവും ചെറിയ ആളെ അഭിപ്രായം വരെ നമ്മളത് അതാണ് എടുക്കുക. അതിൽ തർക്കങ്ങളൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മളെ പുതിയ കോഫി ഷോപ്പിന്റെ പേരിട്ട് തന്നെ നമ്മൾ ഏറ്റവും യങ്ങസ്റ്റായ മെമ്പറാണ്. ഒരു കാണല്ലോ അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉള്ളു. നമ്മളത് ഇപ്പൊ ഐക്യകണ്ഠേനെ ഒരു തർക്കമില്ല. നമ്മളെ ഫാമിലി മെമ്പേഴ്സിൽ നമ്മളെ ഈ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ എടുക്കുന്ന തീരുമാനം അതിനോട് നമ്മൾ എല്ലാവരും അത് എനിക്ക് നിങ്ങളെ കൂടുതൽ മെയിനായിട്ടുള്ള പോയിന്റ് ഈഗോ ഇല്ല. ഈഗോ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ വൻ പരാജയം. നമ്മൾ ഈ ഫാക്ടറി ഈ പ്രൊഡക്ഷൻ സെന്റർ പണ്ട് വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ എൻ്റെ ഉമ്മയും പിന്നെ അമ്മായി എൻ്റെ ഭാര്യ ഒക്കെ ആയിരുന്നു. 3 നേരം ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണം, ഉച്ചക്ക് 4 നേരം ഫുഡ്. എല്ലാ സ്റ്റാഫും രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി. താമസിക്കുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നു. താമസിക്കുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫുഡ് നമ്മളെ വീട്ടിലായിരുന്നു. താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നത്. അടുത്ത് സംവിധാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂല. അന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലല്ലെങ്കിലും അതിന്റെ കംപ്ലീറ്റ് ഉണ്ടാക്കിയിരുന്ന വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു.
അതിന്റെ മെസ്സ് ഉണ്ടായിരുന്നു, വീട്ടിന്റെ പുറത്ത് തന്നെ മെസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ഉണ്ടാക്കൽ, ചോറായാലും ചപ്പാത്തി ആയാലും പൊറോട്ടി ആയാലും ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. കുറച്ച് ആൾക്കാർ നിങ്ങളെ നന്നായിട്ട് സഹായിച്ച് അവർ ഈ ഒരു വളർച്ചേൻ്റെ ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച ഏതെങ്കിലും മുഖങ്ങളോ കാര്യമായ സാഹചര്യമുണ്ട്. എൻ്റെ ഭാര്യയുടെ ബ്രദർ മുസ്തഫയും ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ പല മരുമകനും മറന്നുപോയി. മസ്കത്ത് 100 മസ്കത്തിലാണ്. ഒന്ന് നമ്മള് ഇവിടെ കടല ബിസിനസ് ചെയ്യുന്ന ഒരു ലക്ഷ്മണൻ കളിക്കാനൊക്കെ ഓർമ്മയ്ക്ക ഇത് പറയലുണ്ട്, ലക്ഷ്മണൻ എന്നെ മറക്കാൻ പാടില്ലെന്ന് പറയലുണ്ട് എന്നോട്. പിന്നെ മുബാറക് ഉസ്മാനിക്കാൻ വേണ്ടിയിട്ടുണ്ട് മിർച്ചി, ഒരു വളരെ വലിയ പൈസ സഹായിച്ചിരിക്കുന്നു. ഇത് 1980s പറഞ്ഞത്, 1980s. ഈ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പം മരിച്ചതിൻ്റെ ശേഷം പോയി എനിക്ക് എല്ലാ സാധനവും ഇവിടുന്ന് വാങ്ങിക്കോ, പിന്നെ പൈസ തന്നാൽ മതി, വേണ്ടുന്നെല്ലാം വാങ്ങിക്കും. അന്ന് സഹായിച്ചു. അപ്പൊ ഇക്കാലത്ത് വയസ്സത്തിൽ അന്ന് ചെറിയ വയസ്സിലുള്ളൂ. മരണപ്പെട്ടു. ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കുഞ്ഞുമതുക്ക് എന്നെ പറഞ്ഞു. അത് നിങ്ങളിന്നും മറക്കാത്തതാണ് നിങ്ങളെ വളർച്ചയ്ക്കും ഏറ്റവും അസാധ്യ ഘടകം. ഒരു മിനിറ്റ്, നമ്മളെ വന്ന വഴി മറക്കരുത്. വന്ന വഴി മറക്കാതെ നിങ്ങൾ ആ സ്നേഹം ഇന്നും നിലനിർത്തിക്കൊണ്ട് ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കി തന്നു. നമ്മൾ അഭിമാനത്തോടെ MRനെ കാണുന്നു. നമ്മളൊരു മിനി കൊട്ടാരം തന്നെയാണ് ഈ MR. കാരണം നോർമൽ പ്രൈസിന് ഒരു സാധാരണക്കാരനിക്ക് ഒരു ഹെവി ലുക്കിൽ ഇരുന്നിട്ട് ചായ കുടിക്കാനോ അല്ലെ ഹോട്ടലിലെ ഭക്ഷണം ആസ്വദിക്കാനോ, പഴയ ജനറേഷനായാലും പുതിയ ജനറേഷൻ ഇപ്പം തന്നെ ഇതാ റസ്ക് എന്ന് പറയുന്നത് പഴയ ജനറേഷനാണ്. ആ 60 വർഷത്തെ റസ്ക് ഇന്ന് വന്ന സ്റ്റൈൽ കണ്ട ഒരുപാട് മാറ്റുണ്ട്. പക്ഷേ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ ആ റസ്ക്. കാരണം പേര് റസ്ക് തന്നെയാണ്, മാറ്റമില്ല. പക്ഷെ പ്രൊഡക്ഷനിൽ ചെറിയ വ്യത്യാസം. കാരണം പ്രൊഡക്ഷൻ അല്ല, അതിന് റോ മെറ്റീരിയൽസിന് വ്യത്യാസമുണ്ട്. അത് വെറൈറ്റി ആണ്. നമ്മൾ പുതുതായിട്ട് കേക്ക് കൂടി ഫ്രഞ്ച് കേക്ക് കൂടി ഇൻട്രൊഡ്യൂസ് കേക്കും കൂടി മോണ്ടാന എന്ന പേര്. അപ്പൊ അത് വന്നിട്ട് പിന്നെ ഹാസിൽനട്ട്, കാരമൽ, പിന്നെ ആൽമണ്ട് ചോക്ലേറ്റ് സ്പോഞ്ച്, അങ്ങനെ ലേഡ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ പ്രൊഡക്ഷൻ ആരാണ്, ഇതിന്റെ ആളാരാണ്? സുഫാദ് തന്നെ. നമ്മൾ ഓരോ പുതിയ കേക്കുകൾ കോമ്പിനേഷൻ പലതും ചെയ്തു പോകും. അത് പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും അത് കഴിച്ച് ഏതാണ് 100% എല്ലാവരും ഓക്കെ പറയുന്നത് അത് മാത്രം ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കണ്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റും. എക്സ്പീരിയൻസിൻ്റെ ഞാൻ വ്യത്യാസം അതാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പറയും ഇന്ന പ്രശ്നമുണ്ട്, കളർ കണ്ടാൽ പറയുമ്പോൾ മനസ്സിലാവും. അല്ല, ഇവിടെയാണ് കുഞ്ഞുമുതുക്കാൻ്റെ വിജയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തലമുറ എന്നെ വാർത്തെടുത്തു. ഇങ്ങനെ അപ്ഡേഷനുള്ളൊരു തലമുറ എന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഒരു വലിയ കഴിവ്. ഇതിപ്പോൾ ശരിക്കും ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കൂടെ തന്നെ ആയിട്ട് ബ്രദറുണ്ട് ജവാദ്, അതേപോലെ നിസാർ ഖാൻ്റെ മകനുണ്ട് നിഷാം, ദാഫിഖാൻ്റെ മകനുണ്ട് മുഹമ്മദ്. നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും ശരിക്കും പല ആൾക്കും പല മേഖലയിലേക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടും ആർക്കും അത് ആവശ്യമില്ല. എല്ലാവർക്കും ഇതിനുള്ള അത്രയും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് എല്ലാ ആൾക്കാരും ഇതേ ഫീൽഡിൽ തന്നെ ഇപ്പോഴും. ഇന്ന് എത്രത്തോളം സ്റ്റാഫുകൾ നിങ്ങൾക്കുണ്ട്? ഇപ്പം ഒരു 4000 അടുത്ത് സ്റ്റാഫ്സ് ഉണ്ട്. ഇപ്പോൾ 4000 സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന പറയുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് മാഷാ അല്ലാഹ്. കാരണം 4000 കുടുംബങ്ങൾ മാത്രമല്ല, 40,000 കുടുംബങ്ങൾ വളരുന്ന ഒരു സ്ഥാപനമായിട്ട് MR മാറിയിട്ടുണ്ട്. അത് 60 വർഷം കഴിയുമ്പോൾ. ഇനിയും ഇത് ഒരുപാട് വർഷം മുമ്പോട്ട് പോകുമ്പോൾ എത്ര കുടുംബങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും. കുഞ്ഞുമതുക്ക ഈ പ്രൊഡക്ഷൻ നിർത്തിയതിന് ശേഷം ഇപ്പം ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന സാധനം, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ടേസ്റ്റിലേക്ക് വന്നിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടായില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പണ്ടത്തെ ബന്നൊന്നും ഇപ്പൊ കിട്ടിയില്ല. അത് കിട്ടില്ല. ബന്നെങ്ങനെയാ അന്ന് ഉണ്ടാക്കിയല്ലേ സംഭവം? കൈകൊണ്ട് വെച്ചിട്ട് കൈകൊണ്ട് പറഞ്ഞില്ല നേരത്തെ. കൈകൊണ്ട് വെച്ചല്ല ബന്ന്. അതിന്റെ മിഷ്യം വരുന്നതിന് മുമ്പ് കൂടുതലുണ്ടാക്കിയിട്ട് കണലിൽ കത്തിച്ചിട്ട് കൂടുതലുണ്ടാക്കിയിട്ട് അന്ന് ഈ മൈദയിൽ ഉണ്ടാക്കുന്ന എല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റ്. അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഭരണി ബിസ്ക്കറ്റ് അറിയില്ലേ? ഇന്ന് മാറി. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഷീറ്റ് നമ്മൾ മിക്സാക്കി ഷീറ്റായിട്ട് വിരിച്ചു, കട്ട് ചെയ്തു, അങ്ങനെ സംഭവം. അല്ലെങ്കിൽ മോൾഡ് കൊണ്ട് എടുത്തു, അങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ അലുവ ഉണ്ടാക്കും. ആദ്യം അലുവ മിഷ്യൻ. ഇപ്പൊ മിഷ്യനാ അലുവ. പുള്ളി കൈ കൊണ്ട് ഇങ്ങനെ ഇറങ്ങണം. പഴയ ബോഡി ആയിരുന്നു. ഇതേപോലെ തന്നെ ഞാനുണ്ടായിരുന്നു. മുട്ട പപ്സ് ഉണ്ടാക്കുന്ന മുട്ട പപ്സ് സൂപ്പറായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ചില്ലേ, അത് ഈ പല ബിസ്ക്കറ്റ് ഉണ്ട്. അതെന്റെ ഓർമ്മയില് നിസാം സഹായിക്കും വിൽക്കാനാ. പല ബിസ്ക്കറ്റ് ഭയങ്കര സ്പീഡ് ചെയ്യണം. പല ബിസ്ക്കറ്റ് അന്ന് ഇന്നത്തെ റിസ്ക് പറയുന്നില്ലേ,
അന്ന് ആൾക്കാരുടെ മെജോറിറ്റി ആൾക്കാർ വാങ്ങുന്നത് പല ബിസ്ക്കറ്റ് ആയിരുന്നു. ഒരാൾക്ക് ഉള്ളി പല ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ പല ബിസ്ക്കറ്റ് എടുക്കുക, ഒരു കൊപ്ര എടുക്കുക, ബെല്ല എടുക്കുക, നല്ല കോമ്പിനേഷൻ ആണ്. പല ബിസ്ക്കറ്റ് കൊപ്ര വെല്ലം ബട്ടർ ബിസ്ക്കറ്റ് അല്ല അല്ല പല ബിസ്ക്കറ്റ് അല്ലേ. പല പോലെ ഉണ്ടാവും. പിന്നെ ബാർക്കി ഉണ്ട്, ബാർക്കി പക്ഷേ ചെറിയ ഇപ്പൊ ഈ ഒരു റൗണ്ടിലുള്ള ബിസ്ക്കറ്റ് ഇല്ല, അതെ ബാർക്കി, ബട്ടർ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അത് ടീ ബിസ്ക്കറ്റ്, ബാർലി അത് ബാർലി ബിസ്ക്കറ്റ്, ബാർലിയാ ടീ ബിസ്ക്കറ്റ്, ഡിപ്പോണ്ട് അല്ല ബാർലി ഒരു കുത്തുകുത്തുള്ള ബിസ്ക്കറ്റ്, പല ബിസ്ക്കറ്റ് ഇപ്പോൾ അതെ ടീ ബിസ്ക്കറ്റ്, ടീ ബിസ്ക്കറ്റ്. റൗണ്ടായിട്ട് ഇതായിട്ടില്ല, അതിപ്പോൾ ഉണ്ട്. അതിപ്പോൾ ഉണ്ട്. പണ്ട് പല ബിസ്ക്കറ്റ് ആയിരുന്നു ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു പഴയ സാധനങ്ങളിൽ ഇപ്പൊ നിന്ന് പോയത് റൗട്ട് ബിസ്ക്കറ്റ് മാത്രമാണ്. ആ ബിസ്ക്കറ്റ് മാത്രമേ ഇല്ലാത്ത ഈ ബിസ്ക്കറ്റ് റൗട്ട് ഇങ്ങനെ വലിച്ചിട്ട് അവർ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. കപ്പ് കേക്ക് നമ്മൾ ആദ്യം നമ്മൾ എം ആർ ഉണ്ടായിരുന്ന നിങ്ങൾ കപ്പ് കേക്ക്, ടീ ഫ്ലവർ മന്തി കേക്ക്, മന്തി കേക്ക് പിന്നെ ഫ്ലവർ കേക്ക്, ഇതെല്ലായിരുന്നു അന്നത്തെ. പക്ഷെ അന്നല്ലോ ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാല് 3-4 വർഷം അതേ സാധനം നിൽക്കും. കറക്റ്റ്. ഇന്നിപ്പോ ഒരു മണിക്കൂർ കൊണ്ട് ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് പുതിയ ജനറേഷൻ ട്രെൻഡ് മാറ്റുന്നുണ്ട്. എല്ലാ വർഷവും പുതിയ പ്രൊഡക്റ്റ് ഒരേ ഐറ്റം ആയിരുന്നു കൊല്ലങ്ങളോളം ഒരേ ഐറ്റത്തിൽ പോയ സാധനം ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര അപ്ഡേഷൻ. കുഞ്ഞമ്മദ്ക്കാൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇന്ന് അതിലും ഭംഗിയായിട്ട് കുഞ്ഞമ്മദ്ക്ക് നേരത്തെ പറഞ്ഞില്ല, എൻ്റെ പ്രൊഡക്ഷൻ ഇന്നും അതിലും ഉഷാറാക്കിയിട്ട് ഇന്നിപ്പോ പിന്നെ റസ്കിൽ ഗീ വന്ന് ഷുഗർ വന്ന് നാളെ എന്ത് കൊണ്ടുവരുന്നുള്ള കാണണം. റിസ്ക് മാത്രമല്ല, ഈ ബേക്കറിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഒരു 1500 മേലെ പ്രൊഡക്റ്റ് ഉണ്ട് ബേക്കറിയിൽ. ബന്ന് അതേമാതിരി കുഴച്ചിട്ടാ ബന്ന് ഉണ്ടാക്കുന്നത്. ബന്നൊക്കെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പൊ സാധാരണക്കാരന്റെ വൈകുന്നേരത്തെ ചായ എന്ന് പറഞ്ഞാൽ ബന്നും ചായയാണല്ലോ. പണ്ട് നമ്മൾ പയറ്റ സംഭവം ഉണ്ടല്ലോ, അന്ന് നമ്മളത് കാജയില്ലേ, കാജിയും പഴവും കൊടുക്കുക, ഒരു കോമ്പിനേഷൻ ആണ് കാജിയും പഴവും. അപ്പൊ അത് അതിന്റെ കൾച്ചറായിരുന്നു. ഇപ്പൊ പ്രൊഡക്ഷനില് നമുക്ക് ടൈം കഴിഞ്ഞാല് വേസ്റ്റ് ആക്കേണ്ടി വരുമല്ലോ. ടൈം കഴിഞ്ഞ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അത് ആ സംഭവങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് വേസ്റ്റേജ് എന്ന് പറഞ്ഞൊരു പെർസെന്റേജ് എന്തായാലും അതെല്ലാ റെസ്റ്റോറൻറ്റും ഉണ്ടാവും. അത് പല ആൾക്കും ഞമ്മന്നല്ല, ഒരു ബേക്കറിക്കാരും ചെയ്യൂല. അത് പല ആൾക്കാരും പറയും ബ്രെഡ് ബാക്കിയുണ്ട് റസ്ക് ബാക്കിയുണ്ടെങ്കിൽ ആക്കും. ഒരാളും ചെയ്യാൻ പറ്റില്ല, ഒരു ബേക്കറിക്കാരും ചെയ്യാൻ പറ്റൂല. നമ്മൾ വേസ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു പെർസെന്റേജ് കാണണം. ഈ ഒരു ബേക്കറി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ റോ മെറ്റീരിയൽ അതാണ് ബെസ്റ്റ്. നമ്മുടെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ അത് അതിന് അന്നും ഇന്നും എൻ്റെ ചെറുപ്പത്തിൽ ഏതാണോ ബെസ്റ്റ് ക്വാളിറ്റി അന്ന് വാങ്ങാം, ഇന്ന് വാങ്ങാം. ഇന്ത്യക്ക് ഉള്ളിലായാലും പുറത്തായാലും ഈ ബേക്കറിന്റെ ഒരു എക്സിബിഷനും ബാധപ്പെടില്ല. എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കും. ഏത് എക്സിബിഷൻ അല്ല, എനിക്ക് അനുഭവം ഉണ്ട്. 2 ദിവസം മുമ്പേ മൂപ്പർ പിടിയാനുള്ളത് എറണാകുളം. അപ്പൊ അത് ബേക്കറിന്റെ ഒരു വലിയ എക്സിബിഷൻ. അത് എവിടെയാണെങ്കിലും, ചൈനയിലാണെങ്കിലും ചെറുതായാലും വലുതായാലും ജർമ്മനി ആണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ അവിടെ എന്നെ ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അന്നേരം മനസ്സിലാക്കി, താൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വളരുന്നുണ്ട്, അതെങ്ങനെ വളർത്താൻ പറ്റും എന്നുള്ളൊരു ഓട്ടത്തിൽ തന്നെ. പിന്നെ നമ്മുടെ വളർച്ചയിൽ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റാഫ് സിൻസിയർ ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ മാത്രം വിചാരിച്ചാലൊന്നും ഒരു ഷോപ്പ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, നമ്മുടെ ഓരോ ഔട്ട്ലെറ്റിലും അവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫും നമ്മളെ കൂടെ വളരെ സിൻസിയർ ആയിട്ട് മെയിൻ ഘടകം എനിക്ക് അല്ല. അതിനൊരു തെളിവുണ്ട്. വീണ്ടും നിങ്ങൾ പറയും നാദാപുരത്തേക്ക് പോയി. നാദാപുരത്ത് തന്നെ അന്ന് തുറന്നത് മുതലുള്ള സ്റ്റാഫ് ഇന്നും നിലനിൽക്കുന്നില്ല. ഫാസ്റ്റിന് 30 വർഷമായി. നമ്മൾ പറയുകയാണെങ്കിൽ അൻവർ എൻ്റെ കാരണവർ മകനാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ ചെറിയ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇക്കാൻ്റെ കൂടെ ഫാക്ടറിയിൽ ഞങ്ങളുടെ അടുത്ത് വരും, വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യും. അല്ല ടി കെക്ക് ചുറ്റുള്ളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ MRN ഡയറക്ടറാണ്. MRN ഇന്റർനാഷണൽ ഡ്യൂട്ടി മൂപ്പർക്കാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വടകരയിൽ അഷ്റഫ് ഖാൻ, നവാസ്, കണ്ണൂരിൽ അനിൽ, മുഴപ്പിലങ്ങാടിലെ അനിൽ, മാഹി, ജയീസ്, നിഷാദ്, അഹമ്മദ്, തലശ്ശേരി വരികയാണെങ്കിൽ റാഷി, ജാഫർ. ഇതൊക്കെ നമ്മളെ വിജയത്തിന് ഒരു കാരണക്കാരായ ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ മോനേട്ടൻ വളരെ കൊല്ലമായി നമ്മളെ കൂടെ തന്നെ, ചെന്നൈയിലായിരുന്നു. ഇപ്പോൾ ഒരു 10-25 കൊല്ലമായി നമ്മളെ കൂടെ തന്നെ. അതുപോലെ തന്നെ ജാസിൽ, ലത്തീഫ്, ഫാസിൽ, അനീഷ്, ഇങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ആൾക്കാർ പറയാനുണ്ട്. ഇനി നമ്മളെ പിന്നെ പുതിയ യൂണിറ്റുകൾ ഇവിടെ വരുന്നത്
വരാൻ പോകുന്നതിന് ചിട്ടിപ്പീടിയ, കണ്ണൂർ പള്ളിക്കുന്ന് ചിട്ടിപ്പീടിയ പണി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പിന്നെ ദുബായിലൊന്നും വേണ്ട, ദുബായിലും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഒരു ഗിഫ്റ്റ് ആയിരിക്കും ദുബായ്ക്കാർക്ക്, ഒരു വലിയ ഗിഫ്റ്റുമായിട്ടാണ് ഈ ഒരു 60ാം വാർഷികത്തിന്റെ സന്തോഷവേളയിൽ. നിങ്ങളെ മോളുള്ള എവിടെയാ സ്ഥലം? മോളുള്ള സ്ഥലം എവിടെയാ? കാനഡയിലൊന്നും തുടങ്ങണ്ട നമുക്ക് ഇൻഷാ അല്ലാഹ്. അതിന് ശേഷവും മക്ക താരും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു സ്ഥലത്ത് മാഷാ അല്ലാഹ്. അതൊരു വലിയ ആഗ്രഹം. ജിദ്ദിലുണ്ടല്ലോ, നമുക്ക് ഈസി നമുക്ക് എൻട്രി ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ആ ഒരു ആഗ്രഹം കൂടി സാധിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. ഇന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ നിങ്ങൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഉദ്ഘാടനത്തിനൊന്നും ഞാനൊരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ സെലിബ്രിറ്റിയെ കാണാറില്ല. സെലിബ്രിറ്റിയുടെ ഉമ്മയാണ് സെലിബ്രിറ്റി. അതൊരു ഭാഗ്യമാണ്. കാരണം ഭാഗ്യം മാത്രമല്ല, ഒരു അനുഗ്രഹം കൂടിയാണ്. പിന്നെ നിങ്ങളൊരു മനസ്സിന്റെ വിശാലത, ഏറ്റവും വലുത് നമ്മളെ അടുക്കളയിൽ നമ്മളെ ഉമ്മയാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാ ഷോപ്പും ഉദ്ഘാടനം ചെയ്തത് ഉമ്മ തന്നെയാണ്. ഉമ്മ ഇപ്പൊ 8 കൊല്ലമായി മരണപ്പെട്ടിട്ട്. ഉമ്മ മരിക്കുന്നത് വരെ നമ്മളെ ആ സമയം ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ ഷോപ്പും ഉദ്ഘാടനം ചെയ്തത് ഉമ്മയായിരിക്കും. ഉമ്മാന്റെ കൂടെ ഒക്കെ ഉണ്ടാവും. ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്ക് കിട്ടും ഉമ്മാന്റെ അടുത്ത് തന്നെയാണ്. അത് പലരും മനസ്സിലാക്കാത്തവരുണ്ട്, ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ളൊരു ദുആ കിട്ടുക, അത് ഒരിടത്തു നിന്ന്. അതിൽ ഒരു സംശയമില്ല. അതിൽ എന്നും നിലനിർത്തിപ്പോയാൽ നിങ്ങൾക്കും സന്തോഷിക്കുക. നമ്മളെ അമ്മമാർ ഇനി അങ്ങോട്ട് കുഞ്ഞുമുറുക്കാന്റെ കൈകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് കുഞ്ഞുമുറുക്കാന്റെ ഒരു വലിയ ആഗ്രഹമാണ് മക്കത്തെ ഒരു ഷോപ്പ് വരണം എന്നുള്ളത്. അത് അടുത്ത ഘട്ടത്തിൽ വരും. പിന്നെ ദുബായിൽ വരുന്നുണ്ട്. കണ്ണൂർ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ഫാക്ടറിയും കണ്ണൂർ തന്നെയല്ല വരുന്നത്. അപ്പോൾ വീണ്ടും വികസന കുതിപ്പിലേക്ക് വരുന്ന ഈ ഒരു MRA കമ്പനി ഇൻഷാ അല്ലാഹ് വളർന്ന് പന്തലിക്കട്ടെ. അപ്പോൾ ഈ ഒരു 60ാം വാർഷികത്തിൻ്റെ സുന്ദര സന്തോഷ നിമിഷത്തിൽ അപ്പോൾ നിങ്ങളെ കൂടെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഓരോരുത്തർക്കും? ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മേലെ തരണം, അത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ GCC വരുന്നുണ്ട്. നാട്ടിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ GCC എല്ലാ ഭാഗത്തും നമുക്ക് തരണം. നമുക്ക് എത്രമാത്രം നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കാൻ പറ്റും അത്രമാത്രം നമ്മൾ കൊടുത്തിരിക്കും. ജനങ്ങളോട് എല്ലാവരോടും നമുക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത്രയും സമയം കുഞ്ഞുമുറുക്കാനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപ്പയായിട്ടും ഒരു ഏട്ടനായിട്ടും ഒരു എന്താ പറയണ്ടേ ഗൃഹനാഥനായിട്ടും ഒരു ഷോപ്പിൻ്റെ കാർണറായിട്ടും നിങ്ങളെ എന്തുകൊണ്ടും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി ഈ ഒരു നാടിന് ഒരു വലിയ മെസ്സേജ് തന്നെ പാസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമുറുക്ക. കാരണം വളരെ ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ കുടുംബത്തിലുള്ളവരെ ഏത് മാമൻ്റെ മക്കളായാലും അനിയനായാലും ഏട്ടനായാലും മക്കളായാലും ജോലി കൊടുത്തവർക്ക് ശമ്പളം കൊടുത്ത് ഒരു മാതൃക കാണിച്ചുകൊണ്ട് നന്നായ രീതിയിൽ ബിസിനസ് വളർത്തണമെന്ന് ആഗ്രഹിച്ച് ഇന്നൊരു ലോക ബ്രാൻഡായിട്ട് അമ്മക്കളും ആ അനിയന്മാരും എല്ലാം കൂടെ അത് വളർത്തി കണ്ടതിലുള്ളൊരു സന്തോഷം അത് ചെറുതല്ല. അതിനെ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങളെ ഫാമിലിയും വളർത്താൻ നിങ്ങൾ ശ്രമിച്ച് ഒരു കോട്ടവും തെറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോയി ചെറിയ അല്ലലോ ചീറ്റലല്ലോ ഏത് കുടുംബത്തിലോ ഒരു സ്നേഹത്തിൻ്റെ പരമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതിലൊക്കെ അപ്പുറത്തായിട്ട് അതിലൊക്കെ അതിൽ എവിടെ ഉണ്ടാവും ഒരു ചെറിയ കാരണം ഏതൊരു ഭർത്താവും ഭാര്യയും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചീറ്റലും ഒരു ഇതും ഉണ്ടാവും. അല്ല അതെവിടെ ഉണ്ടാവും. അതിലെല്ലാം അപ്പുറത്തായിട്ട് നിങ്ങളെ ഈ ഒരു ഐക്യം നിങ്ങളൊരു എന്താ പറയണ്ടേ എഫേർട്ട് അത് ഇന്ന് കാണുന്ന പല MRകളിലും നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്, നിങ്ങളെ സർവീസ് നിലനിർത്തുന്നുണ്ട്, ഹൈജീൻ നിലനിർത്തുന്നുണ്ട്. പിന്നെ കിച്ചണുകൾ ഇനിയിപ്പോൾ എല്ലാം സെൻട്രൽ കിച്ചണിലേക്ക് മാറില്ല മൊത്തം മാറില്ല, ബൾക്ക് പ്രൊഡക്ഷൻ മാറും. ബൾക്ക് പ്രൊഡക്ഷനെല്ലാം ഒരു ഏരിയയിലേക്ക് മാറുമ്പോൾ ഇന്ന് പിന്നെ തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമായിട്ട് MR വളർന്ന് പന്തലിച്ച് ഇൻഷാ അല്ലാഹ് നാളെ ഓരോരുത്തരുടെയും കണ്ണിലും മനസ്സിലും ഹൃദയത്തിലും MR ഇങ്ങനെ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമുറുക്കാനെ പോലത്തെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.
നമ്മളെ നിങ്ങളൊരു ഐക്യവും നിങ്ങളൊരു ബ്രാൻഡിൻ്റെ വളർച്ചയും ഇനി മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് സ്ഥാപനങ്ങളായിട്ട് വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാഹ് ദുആ കരോ.